ചാവശ്ശേരി നെല്ലിയാട് നാരായണമാരാരുടെ കീഴിൽ ഏളന്നൂർ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ മേളം അഭ്യസിച്ച കലാകാരന്മാരുടെ പഞ്ചാരിമേളം കുയിലൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു. 10ഓളം കലാകാരന്മാരാണ് കൊട്ടിക്കയറി മേളം തീർത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രവാദ്യമാണ് ചെണ്ട. ചെണ്ടമേളങ്ങളിൽ ഏറ്റവും ഹൃദ്യമായതും പ്രധാനമായതും പഞ്ചാരിമേളമാണ്. ഏറ്റവും ശാസ്ത്രീയമായതും കാതിനിമ്പമുള്ളതുമാണ് പഞ്ചാരി. ഇതിന്റെ സവിശേഷത ഈ മേളം ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് മാത്രമേ നടത്തൂ എന്നതാണ്. പാണ്ടിമേളം, തായമ്പക, ചെണ്ടയില്ലാത്ത പഞ്ചവാദ്യം എന്നിവയാണ് മറ്റു പ്രധാന താളമേളങ്ങൾ. ചെണ്ടമേളത്തിന്റെ എല്ലാ സവിശേഷതകളും ഗാംഭീര്യവും പഞ്ചാരിമേളത്തിൽ ഒത്തിണങ്ങിയിരിക്കുന്നു. കനമുള്ള കോലും തോൽപ്പറ്റുള്ള കൈയും പഞ്ചാരിക്ക് ആവശ്യമാണ്. പഞ്ചാരിമേളം കൊട്ടുമ്പോൾ ഇടതുകൈയിൽ ചെണ്ടക്കോൽ പാടില്ലെന്നാണ് നിയമം. അതാണ് പതിവ്. മറ്റ് ചെണ്ടമേളങ്ങളെല്ലാം 4 കാലം കൊട്ടാനുള്ള സംവിധാനമേ ഉള്ളൂ. പഞ്ചാരിയാവട്ടെ 5 കാലം കൊട്ടാൻ പാകത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ നേരം കൊട്ടാനുള്ള സൗകര്യവും കൂടുതൽ വൈചിത്ര്യവും വൈവിധ്യവും ആവിഷ്കരിക്കാനുള്ള അവസരവും പഞ്ചാരിമേളത്തിൽ ധാരാളമുണ്ട്. ചെണ്ടയുടെ ശബ്ദമാധുര്യവും ഗാംഭീര്യവും ഒത്തിണങ്ങുന്നതാണ് പഞ്ചാരി. പാണ്ടിമേളമോ മറ്റു മേളങ്ങളോ കലാശിച്ചാൽ അല്പസമയമെങ്കിലും പഞ്ചാരി കൊട്ടുന്ന പതിവ് പലയിടത്തുമുണ്ട്. കണക്കിനും ചിട്ടയിലും സംവിധാനത്തിലും പ്രയോഗരീതിയിലുമെല്ലാം പഞ്ചാരിമേളം മറ്റ് ചെണ്ടമേളങ്ങളെക്കാൾ മികച്ചതും മാതൃകയായി നിൽക്കുന്നതുമാണ്. പഞ്ചാരി കാലമിട്ട് കൊട്ടാറായ ഒരാൾക്ക് മറ്റു മേളങ്ങളെല്ലാം എളുപ്പമായിരിക്കും. ചാവശ്ശേരി നെല്ലിയാട് നാരായണമാരാരുടെ ശിക്ഷണത്തിൽ മേളം അഭ്യസിച്ചവർ എല്ലായിടത്തും ഉണ്ടാകും. മാരാരെയും ശിഷ്യഗണങ്ങളെയും ക്ഷേത്ര കമ്മിറ്റി ആദരിച്ചു.